ഓ എന്തൊരു സ്നേഹം. ഈ സ്നേഹം കണ്ടിട്ടാണ് തോന്നണേ ഹിന്ദിക്കാർ ദോസ്തി എന്നുള്ള പടം പിടിച്ചത്. ഹലോ, ഞാൻ മീരയാണ്. ഗോപാലകൃഷ്ണൻ അല്ലേ അവിടെ? എനിക്ക് ഗോപാലകൃഷ്ണൻ ഒന്ന് കിട്ടണം. അയ്യോ അവൾക്ക് പിന്നെ മൊട്ടളിയെന്ന് തോന്നണേ. അവള് ഫോണിലൂടെ വിളിക്കുന്നു. ആ മീര. ഹലോ ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോകണം. എനിക്ക് ഗോപാലകൃഷ്ണനോട് ജീവിച്ചാ മതി. എനിക്ക് ഇയാളെ വേണ്ട. ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കില്ല. മീരെ, നീ എന്തായി പറയുന്നത്? അയാളുടെ ഭാര്യയാണ് നീ. നീ അയാളുടെ കൂടെ ജീവിക്കേണ്ടവളാണ്. ഞാൻ നിന്റെ ആരുമല്ല. ഗോപാലകൃഷ്ണൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇതേ കയ്യിൽ പെട്രോളും തീപ്പെട്ടുമായിട്ട് നിന്നാ ഞാൻ വിളിക്കുന്നത്. ഈ പെട്രോൾ ഞാൻ എന്റെ ശിരസിലൂടെ ഒഴിക്കും. എന്നിട്ട് സ്വയം കത്തിച്ചാമ്പലാവും. മീരെ, അരുത്. അപകടം ഒന്നും കാണിക്കരുത്. ഞാനാ പറയുന്നത്. ഒന്നും പറയണ്ട. ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായിട്ട് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ഞാൻ ചത്തുകളയും. ഹലോ ഹലോ ഹലോ, മീരെ വാതിൽ ഓർക്ക. മീരെ, മീരെ ഞാനാ പറയുന്നത് വാതിൽ ഓർക്കാൻ. മീരെ വാതിൽ ഓർക്കാൻ. അയ്യോ സിസ്റ്റർ, പ്ലീസ്. എടാ ബാലകൃഷ്ണ, നീ ഒന്ന് ഇറങ്ങി അന്വേഷിച്ചേ ഈ മാംഗ്ലൂർ മലയാളി സമാജം എവിടെയാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ഭാഷ അറിയാൻ വയ്യാത്ത നാട്ടിലൊന്നും നാടകം ബുക്ക് ചെയ്യണ്ടാണ്. അതിന് ഭാഷ അറിയാത്തവരുടെ മുന്നിലല്ലല്ലോ നാടകം കളിക്കണേ, ഇവിടുത്തെ മലയാളികളുടെ മുന്നിലല്ലേ. ഈ വഴി അന്വേഷിക്കാൻ പോയവൻ എവിടെ പോയി? ചത്ത ചേട്ടാ, ഗോപാലകൃഷ്ണ,
മത്തായിച്ചേട്ടാ ഞാൻ കണ്ട് ഗോപാലകൃഷ്ണനെ ഞാൻ കണ്ടാ. കണ്ടെങ്കിൽ കിടന്ന് ചാടണ എന്തിനാ അങ്ങോട്ട് പോയാ പോരെ? അതല്ല മത്തായിച്ചേട്ടാ, ഞാൻ അവളെ കണ്ടു, നമ്മുടെ മീരെ. മീരെ? ആ, ഞാൻ അവളെ നേരിട്ട് കണ്ട്. അതെങ്ങനെ ചത്തുപോയ മീരെ നീ നേരിട്ട് കാണുന്നത്? എടാ, അവള് ചത്തിട്ടില്ലടാ, അവള് ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് തലയ്ക്ക് ഭ്രാന്താ? എന്റെ മത്തായിച്ചേട്ടാ, സത്യമായിട്ടും അവള് ചത്തിട്ടില്ലെന്ന്. ഞാൻ അവളെ മീരേന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി, എന്നിട്ട് ഒറ്റ ഓട്ടം. ഞാൻ അവളെയും കണ്ട്, അവൾ എന്നെയും കണ്ട്. അവളുടെ പിന്നാലെ പോയി അവള് നിൽക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. വാ, വേഗം വാ, കാണിച്ചു തരാം, വാ. നിൽക്കുന്നു. കണ്ടാ, അവളാണ് നമ്മുടെ മീരേത്. ഏത്? ആ കന്യാസ്ത്രീയാ? കന്യാസ്ത്രീ അല്ല മത്തായിച്ചേട്ടാ, അതൊരു മുസ്ലിം സ്ത്രീയാണ്. ഇവന്റെ തലയ്ക്ക് ഓളമാണ്. മത്തായിച്ചേട്ടൻ വന്നേ. നീ നിക്ക്, അത് അവളാണോ ഇല്ലയോ ഞാൻ കാണിച്ചു തരാം. ബാലകൃഷ്ണ, ഞാൻ കണ്ടതല്ലേ, നിങ്ങൾ വാ, ഇങ്ങോട്ട് വാ. മീരെ, सॉरी को छेड़ता है आराम साले तेरे छोड़ देता भाई मार साले को अरे उसका भाई क्या हुआ ബാലകൃഷ്ണ, ഓടിക്കോ, ഹിന്ദിക്കാരന്മാര് വളയുണ്ട്, ഓടിക്കോ. ബാലകൃഷ്ണ തല്ലി കളഞ്ഞിട്ട് വാടാ. ആ, വാ, മതിയടാ, പിടിച്ചോണ്ട് വരാൻ. ഓടത്തൊപ്പിക്കാരാണ്. ഓടിക്കടാ, ജീവമേഴി, ഓടിക്കോ. പത്മനാഭ, വണ്ടി വിട്ടോളോ, ഹിന്ദിക്കാരന്മാരെ ഇറങ്ങിട്ടുണ്ടോ? പപ്പ, വണ്ടി വിട്ടോ. हमारे औरत को छेड़ के इधर से भागने को मिल जाता है। न जाने कहां से आया है मद्रासी लोग। औरत लोगों को छेड़ अब्दुल्ला भाई आओ, मैं जानता नहीं। काम है। ആരാത്? ആരാത്? ആരാന്ന്? ആരാന്ന് പറയുന്നതല്ലേ നല്ലത്? അതൊക്കെ ആരാണെന്ന് പറയാൻ വെറുതെ എനിക്ക് ടെൻഷൻ തരരുതുണ്ടോ? ആരാത്? ആരെങ്കിലും കൊല്ലാൻ വന്നോ ഇങ്ങനെ നടന്ന് കാണാൻ? ഞങ്ങളുടെ പ്രാണം പോയനല്ലോ. എന്താ എന്താന്ന്? പുറത്ത് 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 വല്ല തേളും കുത്തിയിട്ടുണ്ടാവും. എന്റെ പുറത്തല്ലടാ, വീടിന്റെ പുറത്ത്. വീടിന് പുറത്താ? വീടിന് പുറത്ത് എന്തോന്നു? ഇതാരായി വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? പ്രേതം. പ്രേതം? ചത്തുപോയ മീരയുടെ പ്രേതം. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ചത്തുപോയ മീരയുടെ പ്രേതമാ? പ്രേതോ എവിടെ? പ്രേതം എവിടെ? പ്രേതം ഇവിടെ അല്ല, പുറത്ത്. പുറത്തിറങ്ങി നോക്കണം. നീ പോയി നോക്ക്. നിനക്ക് നോക്കിയാ എന്താ പേടിയാ? പേടി ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് ഈ പ്രേതത്തിലും പിശാചിലും ഒന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തൊരു നോക്കിയാൽ കാണൂല. അതാണ് ശാസ്ത്രം. ശാസ്ത്രം അങ്ങോട്ടിറങ്ങി നോക്കണം. പുല്ലേ
പേടിത്തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാൻ. എവിടെ എവിടെ കണ്ടുന്നാ? എന്നിട്ട് അവളെവിടെടാ? ഞങ്ങളോടാ ചോദിക്കുന്നു. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു പേടി? പേടിത്തൊണ്ടൻ. ബാലകൃഷ്ണ, അതിനിടയ്ക്ക് അങ്ങോട്ട് പോയോ? ഇങ്ങോട്ട് തന്നെ. ആരാണ് ചോദിച്ചത്? ഏത്? നിക്കണ കണ്ടില്ലേ? അത് വാഴയമ്മത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? നീ വന്നേ. ഓരോരോ പിച്ചും പേയുമായിട്ട് ഇറങ്ങിക്കൊള്ളും, ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. നീ വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സോക്കേടാ, അല്ലാതെ പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അന്ന് നീ മാംഗ്ലൂർ വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാണി പെണ്ണിന്റെ തുണി പൊക്കി നോക്കി അട്ടി കൊണ്ട് പിരിന്നില്ലേ? അത് എന്നാ കേസ്? അപ്പൊ ഇവിടെ നിന്നതോ? വാതിലടച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ നിങ്ങൾ പുറത്തു കിടക്കുക.